ഹായ്, എൻ്റെ ഒരു വീഡിയോയിൽ ചിക്കൻ കറി വെക്കുന്നത് കണ്ടിട്ട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ കറിയുടെ റെസിപ്പി ചെയ്യുമോയെന്ന്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ചിക്കൻ കറി എങ്ങനെയാണ് വെക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു 1 kg ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 വലിയുള്ളി കട്ടാക്കി എടുത്തിട്ടുണ്ട്, വലിയൊരു തക്കാളി, ഒരു പച്ചമുളക്, ചെറിയൊരു ഇഞ്ചിയുടെ പീസ്, ഒരു 8-10 അല്ലി വെളുത്തുള്ളി, ഒരു പിടി ചെറിയ ഉള്ളി, കുറച്ച് കുരുമുളക് കേട്ടോ. കുരുമുളക് പൊടിച്ചതുണ്ടെങ്കിൽ അതായാലും മതി. ഇനി നമുക്ക് ഇവയെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 2-3 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, ആവശ്യത്തിനുള്ള ഉപ്പ്. ജീരകം പൊടിച്ചത് ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അടുപ്പ് ഞാൻ കത്തിച്ചിട്ടുണ്ട്. മൺചട്ടിയിലാണ് ഞാൻ ഈ ചിക്കൻ കറി വെക്കുന്നത്. ചട്ടി ചൂടായതിന് ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നേരത്തെ കട്ടാക്കി വെച്ച ഉള്ളി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ അരച്ച അരപ്പ് കൂടെ ചേർത്ത് അതിൻ്റെ ഒരു പച്ച സ്മെല്ല് മാറുന്നത് വരെ ഒന്നിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് അതൊന്നുകൂടെ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ആവശ്യത്തിനുള്ള കറിവേപ്പിൻ്റെ ഇലയും കൂടെ ചേർത്ത് ആ വെള്ളവും കൂടെ ഒഴിച്ച് ഒന്നുകൂടെ മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഞാൻ ഈ ചിക്കൻ കറി മൺചട്ടിയിൽ വെക്കാൻ കാരണം അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ചിക്കൻ കറി ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. എരിവ് നോക്കണം കേട്ടോ. പിന്നെ ആവശ്യത്തിനായിട്ടുള്ള കറിവേപ്പിൻ്റെ ഇലയും മല്ലിച്ചപ്പ് കൂടെ ചേർത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ തൂവിയിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വാങ്ങി വെക്കാം. നമ്മളിത് വാങ്ങി വെക്കുമ്പോൾ കുറച്ചൊരു ലൂസ് ടൈപ്പിലാണ് ഉണ്ടാവുക. ഒരു 10-15 മിനിറ്റിന് ശേഷം ഇത് നന്നായിട്ട് കുറുകി ഒരു ഗ്രേവി പോലെ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ദേ നിങ്ങൾ ചോദിച്ചിട്ടുള്ള ചിക്കൻ കറിയുടെ റെസിപ്പി ഇതാണ്. നല്ല ചൂടുള്ള ടൈമിൽ ഇങ്ങനെയാണ് കേട്ടോ ഞങ്ങളുടെ അമ്മച്ചി ചിക്കൻ വെച്ച് തരാറ്. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കണേ.